കണ്ണൂരിലെ കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ കലാഗ്രഹത്തിന്റെ 9ാം വാർഷികാഘോഷവും വിവിധ വ്യക്തികൾക്കുള്ള പുരസ്കാര വിതരണവും ജൂലൈ 12-ന് മഹാത്മാ മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-ന് രാവിലെ 10 മണിക്ക് കലാഗ്രഹം രക്ഷാധികാരി മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് സമാപന സമ്മേളനം ചലച്ചിത്രഗാന സംവിധായകനും രചയിതാവുമായ ദർശൻ രാമൻ ഉദ്ഘാടനം ചെയ്യും. കലാരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയാവും. തുടർന്ന് ചാരിറ്റി ഫണ്ട് കൈമാറലും സമ്മാനദാനവും നടക്കും. ചടങ്ങിൽ വെച്ച് പ്രീതി കെ, ലീന എൻ എന്നിവർക്ക് നാട്യമയൂരി പുരസ്കാരവും, സുരേന്ദ്രൻ വിഷ്ണുമംഗലം, സുരേഷൻ പുനക്കാലിൽ എന്നിവർക്ക് നാട്യശ്രീ പുരസ്കാരവും, അനുപം ജെയിംസ്, സുഭാഷ് വെളിയമ്പ്ര, ലോക വനിതാ ദിനത്തിൽ വനിതാ പുരസ്കാരം നേടിയ വിദ്യ സുധീഷ് എന്നിവർക്ക് പുരസ്കാരങ്ങൾ കൈമാറും. തുടർന്ന് കണ്ണകി എന്ന നൃത്തശില്പവും തിരുവാതിരയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കെ.എൻ. രാധാകൃഷ്ണൻ, നാട്യശ്രീ കവിത ജയൻ, ജമാൽ കണ്ണൂർ സിറ്റി, കെ. ശ്രീജിത്ത്, റീത്ത രമേശ് എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം കാഴ്ചവെച്ച നടന കലാഗ്രഹത്തിൻ്റെ 9ാം വാർഷികം ഇപ്രാവശ്യം വളരെ വിപുലമായിട്ട് ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ വേണ്ട രീതിയിൽ നൽകാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. ഇപ്രാവശ്യത്തെ സമ്മേളനം കലാഗ്രഹത്തിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ്. ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഹാത്മാ മന്ദിരത്തിലുള്ള ചടങ്ങിൽ കെ.എൻ. രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. കലാഗ്രഹം രക്ഷാധികാരി ശ്രീ മോഹൻദാസ് ഉദ്ഘാടന കർമ്മവും നിർവഹിക്കും. അജയ് കുമാർ കരിയാൽ, ജമാൽ കണ്ണൂർ സിറ്റി എന്നിവർ ആശംസ അർപ്പിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉച്ചയ്ക്ക് ശേഷമാണ് സമാപന സമ്മേളനം നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്രഗാന സംഗീത സംവിധായകനും രചയിതാവുമായ ദർശൻ രാമനാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ചടങ്ങിൽ സംഗീതരത്നം ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരിക്കും. നാട്യശ്രീ കവിത ജയൻ അധ്യക്ഷത വഹിക്കും. ഗീതാ ദർശൻ രാമൻ നടന കലാഗ്രഹത്തെക്കുറിച്ചുള്ള അതിലൂടെ ഒരു സഞ്ചാരം എന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കും.